ഹായ്, ഹലോ, നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഞാൻ ഡ്രീം ലവർ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂട്ടത്തിലൊരു ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ ഇന്ന് അടുത്ത വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലോട്ട് കടന്നു വരികയാണ്. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഒരു ഇൻഡിക്കേറ്ററിൻ്റെ സംവിധാനത്തെക്കുറിച്ച് തന്നെയാണ്. നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയരുത്. ഞാൻ നേരത്തെ പറഞ്ഞത് ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും ഉള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. ഓൺ ചെയ്യുന്ന പോലെ തന്നെ ഓഫ് ചെയ്യാൻ മറക്കരുത് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് വണ്ടികളിൽ ഇൻഡിക്കേറ്റർ കിടക്കുന്നത്, അതായത് കാറിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കാറും ബസ്സും ഒക്കെ അതിൽ ഇൻഡിക്കേറ്റർ കിടക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞു തന്നു. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം നമ്മുടെ ഇൻഡിക്കേറ്റർ ലൈറ്റ് 4 ലൈറ്റ് ആണ് നമുക്ക് വരുന്നത്. ചിലപ്പോൾ ചില വണ്ടികളിൽ എക്സ്ട്രാ ആയിട്ട് കൂടെ സൈഡിൽ വരാറുണ്ട്. നമുക്ക് ഈ ലൈറ്റുകൾ ഏതെങ്കിലും ഒന്ന് പ്രവർത്തനരഹിതമാണെങ്കിൽ നമുക്കതെങ്ങനെ വണ്ടിക്കകത്ത് ഇരുന്നു കൊണ്ട് അല്ലെ വണ്ടി ഓടിക്കുന്ന സമയത്ത് അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്നതിനെ കുറിച്ചാണ്. അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇതിൽ കാണിച്ചു തരുന്നുണ്ട്. അത് നിങ്ങൾ നോക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ തീം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാക്കണം. പ്രവർത്തനരഹിതമായ ഇൻഡിക്കേറ്റർ എങ്ങനെ നമുക്ക് പെട്ടെന്ന് വണ്ടിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ശ്രദ്ധിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്തുള്ള ആ വീഡിയോ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഏകദേശം ധാരണയുണ്ടാവും. നമ്മുടെ ഇൻഡിക്കേറ്റർ പ്രവർത്തിക്കുമ്പോൾ ഒരു ടൈമിംഗ് വെച്ചിട്ടാണ് ആ ലൈറ്റ് കാണിക്കുന്നത്. നമ്മുടെ വണ്ടിക്കകത്ത് ഡിസ്പ്ലേയിൽ കാണിക്കുന്ന ലൈറ്റിന് ഒരു ടൈമിംഗ് ഉണ്ട്. ഓരോ സെക്കൻഡ് ടൈമിലാണ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഏതെങ്കിലും ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ പുറകിലോ അല്ലെങ്കിൽ മുമ്പിലോ ആയ ഒരു ലൈറ്റ് നമുക്കത് പുറത്തിറങ്ങി നിന്നാൽ മാത്രമേ അതിനെക്കുറിച്ച് അറിയാൻ സാധിക്കുകയുള്ളൂ. ഇത് പറഞ്ഞു വന്നത് ഇൻഡിക്കേറ്ററിൻ്റെ ആ ടൈമിങ് വേരിയന്റ് വന്നാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇപ്പോൾ നമുക്ക് ആ ഒരു സെക്കൻഡിൽ അടിക്കുന്ന ആ ഒരു ടൈമിംഗ് സ്വിച്ച് ഏതെങ്കിലും ഒരു ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ ആ ലൈറ്റ്, അതായത് ഏത് സൈഡാണോ നിങ്ങൾ ഇടുന്നത്, ഇപ്പോൾ ഇടതുവശത്തുള്ള ഇൻഡിക്കേറ്റർ ഇട്ടു, അപ്പോൾ നിങ്ങളുടെ ടൈമിംഗ് സ്വിച്ചിന് ഒരു വ്യത്യാസം, അതായത് ഒരു സെക്കൻഡിൽ അടിക്കേണ്ടത് അര സെക്കൻഡിൽ അടിക്കുന്നതെന്ന് വെക്കുക. സ്പീഡ് ഞാൻ ആ വീഡിയോ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് അത് വ്യക്തമാകും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, വെളിയിലിറങ്ങി നോക്കാം, ആ ബൾബ് ഏതാണെന്ന് നോക്കിയിട്ട് അത് ചേഞ്ച് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ ആ തകരാർ എന്താണെന്ന് നോക്കിയിട്ട് അത് പരിഹരിക്കാൻ നോക്കുക. ഇത് തന്നെയായിരിക്കും ഓപ്പോസിറ്റ് സൈഡും വരുന്നത്. വലത്തോട്ട് തിരിയാൻ നേരത്തെ ഇടുമ്പോൾ ടൈമിംഗ് വ്യത്യാസം ഉണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും അതിൽ കാണിക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വന്നത്. സുഹൃത്തുക്കളെ, ഞാൻ ഈ കാണിക്കുന്ന വീഡിയോയിൽ ഇൻഡിക്കേറ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നെങ്കിൽ എങ്ങനെയാണ് ആ വേരിയന്റ് വരുന്നതെന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണിത്. സാമ്പിൾ വീഡിയോ ആണ് ഇത്. വലത്തോട്ടുള്ള ഇൻഡിക്കേറ്റർ നോർമലായും ഇടത്തേക്കുള്ള ഇൻഡിക്കേറ്റർ സ്പീഡിലും വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഇടത്ത് വശത്തെ ഒരു ഇൻഡിക്കേറ്റർ ബൾബ് അത് വർക്ക് ചെയ്യുന്നില്ല. ഞാനത് ഊരിയിട്ടതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ വണ്ടിയിൽ കണ്ടു കഴിഞ്ഞാൽ അതിന് നമുക്കത് ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരു സൗണ്ട് കൂടെ കേൾക്കാൻ പറ്റും. ഒരു ടിക് ടിക് വേരിയന്റ് സൗണ്ട് കേൾക്കാൻ പറ്റും. സ്പീഡ് അടിക്കുന്നുണ്ട്. 2 വേരിയന്റ് സ്പീഡാണ്. അപ്പോൾ ഒരു ബൾബ് വർക്ക് ചെയ്യുന്നത് മനസ്സിലാക്കാൻ പറ്റും. ആ ബൾബ് മാറാൻ ശ്രമിക്കുക. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. ഈ കാറുകളിലും ബസ്സുകളിലും വലിയ 4 വീൽ വാഹനങ്ങളിലെല്ലാം ഇതേ കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത്. ഇൻഡിക്കേറ്ററിന്റെ അകത്തുള്ള ഡിസ്പ്ലേയിലുള്ള ആ ഇൻഡിക്കേഷന്റെ സ്പീഡ് അധികമാകും. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഏതെങ്കിലും ഒരു ബൾബ് പോയതായിട്ടും അറിയാൻ പറ്റും, അല്ലെങ്കിൽ ഏതെങ്കിലും ബൾബിന് തകരാറുണ്ട്, അത് മാറേണ്ടി വരും. അപ്പം നിങ്ങളത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ നിങ്ങൾക്ക് പങ്കുവെച്ച് തരുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും അല്ലെങ്കിൽ ഇഷ്ടപ്പെടും എന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്കുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും എനിക്കൊരു സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ മുമ്പിലോട്ട് കടന്നു വരാം. ബൈ.